ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്ക് നല്ലതുപോലെ മൂക്കടച്ചിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ചെറിയ പനിയുണ്ട്, ചെറിയ തൊണ്ടവേദന, ചുമ ഒക്കെ ഉണ്ട്. അപ്പം അതിൻ്റേതായ ഒരു സൗണ്ട് വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേ രാവിലെ നമ്മൾ കഴിക്കാനായിട്ട് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മാവ് തലേന്ന് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിയായി വന്നിട്ടില്ല, മാവ് തണുപ്പൊക്കെ ആയതുകൊണ്ടായിരിക്കാം മാവ് പുളിച്ചിട്ടില്ലായിരുന്നു. പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കി. കറി നമ്മൾ ചട്ടിണിയായിരുന്നു കേട്ടോ, ചമ്മന്തിയായിരുന്നു, തേങ്ങാ ചട്ടിണിയായിരുന്നു. അതൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് എനിക്ക് തീരെ സൗണ്ട് കൊടുക്കാൻ തൊണ്ടവേദന ആയതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ എടുക്കാതിരുന്നതല്ല, എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാതിരുന്നത് കേട്ടോ. ഇന്നലത്തെ വീഡിയോയാണ്. ഇന്നലെ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. അപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് ഉപ്പ് വെള്ളമൊക്കെ കൊണ്ടതിന് ശേഷം ഇച്ചിരി ഒന്ന് ഓക്കെ ആയി കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമേ നമ്മുടെ ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അങ്ങനെ കാപ്പിയൊക്കെ ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും കഴിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് പാത്തുവിന് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ, എക്സാമാണ് അവർക്കിപ്പോൾ. അങ്ങനെ ഒരുക്കി മോളെ സ്കൂളിലൊക്കെ കൊണ്ടാക്കി വന്നു. നല്ല ഒരു നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. കാരണം ഇറങ്ങുന്ന ടൈമിന് നല്ലൊരു മഴ പെയ്തു. നല്ലതെന്ന് പറഞ്ഞാൽ ഉറച്ച് ചാറത്തില്ലേ, അതുപോലെ ഉറച്ച് ചാറ്റൽ മഴയായിരുന്നു. പെട്ടെന്ന് അതങ്ങ് നിൽക്കുകയും ചെയ്തു കേട്ടോ. ഇതെല്ലാം കൂടെ തൂത്ത് ഞാൻ അവിടെ ആ കറിവേപ്പിൻ്റെ മൂട്ടിൽ കൊണ്ട് വയ്ക്കും കേട്ടോ. കറിവേപ്പ് മൊത്തവും പോയി കണ്ടോ, എൻ്റെ കറിവേപ്പെല്ലാം പോയി. ഇത് മൊത്തം പേരയില കേട്ടോ, മൊത്തം ഇപ്പോൾ ഇല ഒഴിയുന്ന സമയമാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. കണ്ടില്ലേ, പേരയില, ഇത് കാരമരവും പിന്നെ ആത്തക്ക ഉണ്ടല്ലോ അതിൻ്റെ മരവും കൂടെയൊക്കെയാണ്. മൊത്തം ചവറാട്ടോ. പിന്നെ ഇത് ഇവിടെ കിടന്ന വിറകെല്ലാം കൂടെ ഞങ്ങളത് ഇങ്ങോട്ടാക്കി. വെയിലടിച്ചിട്ട് എനിക്കിഷ്ടമല്ലാത്ത രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് പാത്രം കഴുകൽ, ഒന്ന് മുറ്റം അടിക്കലാണ്. ഒട്ടും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് പാത്രം കഴുകാനും മുറ്റം അടിക്കാനും. അയ്യോ, എനിക്ക് വലിയ പാടാണ്. അതുകൊണ്ടാണ് അനിയത്തി അടിച്ചു വരുന്നത് കൂടുതൽ. ഇന്ന് പിന്നെ ഞാൻ ഇറങ്ങി, അവൾക്ക് കാല് വയ്യ കേട്ടോ, കാലിന് ചെറിയ വേദന, വെരിക്കോസ് വെയിൻ ഉണ്ട്. അപ്പോൾ നല്ല വേദനയും കഴപ്പും ഉണ്ട്. അതിൽ നടക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനങ്ങ് മുറ്റം അടിച്ചെന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും അടിച്ചില്ല, കുറച്ചടിച്ചിട്ട് ബാക്കി അവിടെ കിടക്കട്ടെ. തുത്തി അടിക്കാൻ വയ്യ കേട്ടോ, നല്ല തലവേദനയൊക്കെ ഉണ്ട്. പനിയുടെ ആ ഒരു ഇതെല്ലാം കൂടെയൊക്കെ അങ്ങനെ മന്ദത പോലെയാണ് തലയ്ക്ക്, നല്ല ആ പനിയുടെ ആ ഒരു ഭാരം പോലെ തലയ്ക്ക്. പിന്നെ അത് അകത്തോട്ട് കയറുമെന്ന് അവൾ പാത്രങ്ങളൊക്കെ കഴുകി പറക്കി എടുക്കുകയാണ് കേട്ടോ. രാവിലെ കാപ്പി ഉണ്ടാക്കിയതും മാവരച്ച് വെച്ച പാത്രങ്ങളും ഒക്കെ ആയിട്ട് കഴുകി എടുക്കുകയാണ്.
പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കുള്ള ഊണിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ്, കുറച്ച് വഴുതനങ്ങ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു പുതിയ റെസിപ്പി ആട്ടോ. ഞാനത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടൊന്ന് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ക്യാരറ്റ് തോരൻ വെക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. മീൻകറി ഇരിപ്പുണ്ട്. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തിട്ട് പൊരിച്ചെടുക്കണം. ക്യാരറ്റ് ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാരറ്റും ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും ആ ഒരു റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഞാനിവിടെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് കുറച്ച് തുണി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വേഗം പോയി അതങ്ങ് കഴുകിയിട്ട്, നല്ല വെയിലുണ്ട്, അപ്പോൾ അതങ്ങ് കഴുകിയിട്ട്, അതായത് മോളുടെ പർദ്ദയും മഫ്തയും ഒക്കെ ആയിട്ട് ഇന്നലെ സ്കൂളിൽ ഇട്ടുകൊണ്ട് പോയതൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പൊടിയിട്ട് വെച്ചിരിക്കുമായിരുന്നു. അത് വേഗം തന്നെ അങ്ങ് കഴുകി വിരിച്ച് കേട്ടോ. കാരണം നല്ല വെയിൽ കാണും. ചില സമയത്ത് പ്രതീക്ഷിക്കാതെ ആയിരിക്കും മഴ പൊടിയുന്നതോ അല്ലെങ്കിൽ മഴ നല്ല രീതിയിൽ പെയ്യുന്നതോ ഒക്കെ. അതുകൊണ്ട് ഉള്ള വെയിലിൽ നമ്മൾ തുണികളൊക്കെ കഴുകിയിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെടും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് പിന്നെ ചടപടയെന്ന് വന്നിട്ട് ഞാൻ മീൻകറി ഒന്ന് ചൂടാക്കി വെച്ച് കേട്ടോ. നിലത്ത് മീൻകറിയായിരുന്നു. അത് ഞാൻ ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച്, ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ വഴുതനങ്ങ ഉണ്ടല്ലോ, കത്തിരിക്കയാന്ന് തോന്നുന്നല്ലേ, കത്തിരിക്കയാന്ന് തോന്നുന്നു, അതും പൊട്ടറ്റോയും കൊണ്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേണം നമ്മളൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ പൊടികളായിട്ട് ഗരം മസാല, എരിവുള്ള മുളക് പൊടി, സാദാ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോഴത്തേക്കും ഒന്ന് കരിഞ്ഞല്ല, നമുക്ക് ആ തുമ്മൽ വരത്തില്ലേ. എനിക്ക് പനിയായി ഇരിക്കുന്നത് കൊണ്ട് തുമ്മിയതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ പെട്ടെന്ന് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ലേശം നാരങ്ങ നീരോ വിനിഗറാണ് ആ വീഡിയോയിൽ അവർ ഒഴിച്ചത്. ഞാൻ ഇച്ചിരി നാരങ്ങ നീര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പൊടിക്ക് കുറച്ച് തേങ്ങ കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി റോസ്റ്റ് ചെയ്ത് അങ്ങ് എടുക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കോ ഒക്കെ ആയിട്ട് ലഞ്ചിന് ഇത് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റ്. ഇതും ഒരു മുട്ട പൊരിച്ചതും കൂടെ ഒക്കെ വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പില, മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ മസാലയൊക്കെ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയിട്ട് അഭിപ്രായം പറയണേ. പല റെസിപ്പിയും ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ പിന്നെ അടുത്ത അടുപ്പിലോട്ട് നമ്മുടെ ക്യാരറ്റും കൂടെ വെച്ച് കൊടുത്ത്, ക്യാരറ്റിൽ ആ കഴുകിയെടുത്തതിൻ്റെ ലാസ്റ്റ് പിന്നെ കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ അതിലേക്ക് തോരൻ്റെ അരപ്പും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സാക്കി ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് ചിക്കി തോർത്തിയും എടുത്തപ്പോൾ നമ്മുടെ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.